എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CPM-ന്റെ യുവമുഖമാണ് എം സ്വരാജ്. ഈ എം സ്വരാജ് പാർട്ടിയുടെ ഭാവിയുടെ മുഖമാകും എന്നാണ് പാർട്ടിയിലെ അണികൾ പോലും വിശ്വസിച്ചിരുന്നത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് പാർട്ടിയിലേക്ക് CPM-ലേക്ക് മുഹമ്മദ് റിയാസിൻ്റെ കടന്നുവരവാണ് എം സ്വരാജിൻ്റെ കരിയർ ആകെ മാറ്റിമറിച്ചത്. അതായത് ഈ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ കല്യാണം കഴിച്ചതോടുകൂടി പാർട്ടിയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് പിണറായി ഒതുക്കി. അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അതായത് സ്വരാജിനെ തൃപ്പൂണിത്തുറ നിർത്തി, അതായത് കെ ബാബുവിനെതിരെ നിർത്തിയിട്ട് അവിടെ CPM-ന്റെ അണികളെ കൊണ്ട് തന്നെ പിണറായി ഈ സ്വരാജിനെതിരെ വോട്ട് ചെയ്യിപ്പിച്ച് ബാബുവിനെ ജയിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ പാർട്ടിയിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന യുവാക്കളെയൊക്കെ പിണറായി റിയാസിന് വേണ്ടി ഒതുക്കിയിരുന്നു. അത്തരത്തിൽ ഒതുക്കപ്പെട്ട ഒരാളായിരുന്നു. അതായത് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിലെ സീനിയർ ആൾക്കാരെ പോലും ഒതുക്കി. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ G. സുധാകരൻ, തോമസ് ഐസക്, ശൈലജ ടീച്ചർ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും സീറ്റ് കൊടുത്തില്ല. അതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ, അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഭാവിയിൽ അതിന് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടും മുഹമ്മദ് റിയാസിന് വേണ്ടി ഒരു എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നീക്കം പിണറായി നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷംസീറൊക്കെ ഉണ്ടല്ലോ. ഷംസീർക്ക് അത്യാവശ്യം ഈ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് സമരമുറകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. എന്തിനായാലും പാർട്ടിയുടെ ആശയം എന്തുതന്നെ ആയിക്കോട്ടെ, അത് ഈ ലോകത്തിൽ തന്നെ ആവശ്യമില്ലാത്തൊരു ആശയമാണ്. പക്ഷേ എന്തിനായാലും ഇത്തരത്തിൽ സത്യം നമുക്ക് മൂടി വെക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഷംസീറൊക്കെ ഒരുപാട് ഇതിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അത്തരത്തിൽ പാർട്ടിയുടെ ഒരുപാട് സമരം മുഖത്ത് നിന്ന ഒരാളാണ് എം സ്വരാജ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ കടന്നുവരവോടുകൂടി ഈ സ്വരാജിനെ അപ്രസക്തമാക്കി. സ്വരാജിനെ മാത്രമല്ല, സീനിയേഴ്സിനെ എല്ലാവരെയും അപ്രസക്തമാക്കി. അപ്പോൾ ഈ സ്വരാജ് അടുത്ത കാലത്ത് പാർട്ടി അണികളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടും അണികളുടെ ഇടയിൽ ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ടും നിരന്തരമായിട്ട് ഹിന്ദു വിരുദ്ധ ഇതും BJP വിരുദ്ധ ഇതും പിന്നെ ആൻറ്റി നാഷണൽ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചയിലൂടെ അതൊക്കെ പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏകദേശം ഒഫീഷ്യലി ഒരു സ്റ്റാൻഡ് ഓഫ് ഫേസ് ടു ഫേസ് ഇത് വന്നില്ല. ഈ യുദ്ധത്തിൻ്റെ വക്കിലാണ്. ഇന്ത്യ പെഹൽഗാമിൽ 26-28 പേര് മരിച്ച അതിൻ്റെ ഒരു മറുപടി, അതിന് രാജ്യം നീതി കൊടുത്തു. ആ 26 പേർക്കും ഒരു നീതി കൊടുത്തു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു അറ്റാക്കിലൂടെ പാകിസ്ഥാന് തക്കതായി മറുപടി കൊടുത്തു. അപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമോ ഇന്ത്യയുടെ ഒരു ഇതെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ അഥവാ ഒരു പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടു ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടു. എല്ലാ മാധ്യമങ്ങളും, ദേശീയ മാധ്യമങ്ങളും, നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാം. സാധാരണ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ, അതായത് ഇന്ത്യ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർ അത്ര പ്രൊമോഷൻ കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു ഇതിന് എല്ലാ ഇതും മീഡിയ വൺ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കണം. പ്രൊമോഷൻ എന്നല്ല, സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. അതായത് സിവിലിയൻസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ, അതായത് തീവ്രവാദ സ്ക്വാഡ്, അതായത് ഏകദേശം 9ഓളം തീവ്രവാദ സ്പോട്ടുകൾ അത് ലൊക്കേറ്റ് ചെയ്ത് കറക്റ്റ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് അങ്ങനെയുള്ള ഒരു അറ്റാക്കായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ ഒരു പോറൽ പോലും, ഒരു മണൽത്തരി പോലും അവിടുത്തെ സിവിലിയൻസിൻ്റെ ദേഹത്ത് വീണില്ല. അത്രയ്ക്കും അക്യുറേറ്റുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഇന്ത്യ ക്യാരി ഔട്ട് ചെയ്തത്. ഒരു സംശയമില്ല, ഇന്ത്യൻ ആർമി അത് അഭിനന്ദിച്ചേ പറ്റൂ. അത് ഇത്രയും പ്രിസൈസായിട്ട്, ഇത്രയും ആക്യുറേറ്റായിട്ട് ചെയ്യണമെന്നുണ്ടല്ലോ. ഇതിപ്പം അമേരിക്കൻ ഇസ്രായേൽ ആർമിക്ക് പോലും പറ്റാത്ത കാര്യമാണ് ഇന്ത്യ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സ്വരാജ് ഒരു നീണ്ട പോസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാട് വലിയ പോസ്റ്റാണ്, ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കാതലായിട്ടുള്ള ഒരു കോർ ഐറ്റം എന്താണ് ഞാൻ പറഞ്ഞുതരാം. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്ത ഇടത്തോളം, സ്വന്തം വീട് തകരാത്ത ഇടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ്. എന്നാൽ ആലോചിച്ച് നോക്കി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വരാജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ, അതായത് ഇന്ത്യ ചെയ്യുന്ന യുദ്ധമാണ്, സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധമാണ് ഇന്ത്യ ചെയ്യുന്നത്. ഈ യുദ്ധത്തിലും ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. അതായത് അവിടെ തോറ്റത് സാധാരണക്കാർ, പച്ചയായ മനുഷ്യന്മാർ മാത്രമാണ് അവിടെ തോറ്റത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിട്ടിരുന്നത്. അത് നമുക്കറിയാം. പെഹൽഗാമിൽ എന്താ സംഭവിച്ചത്? അത് ഇന്ത്യയാണോ ചൊറിയാൻ വന്നത്? പാകിസ്ഥാനല്ലേ ചൊറിയാൻ വന്നത്? അതായത് നിരപരാധികളായ 26-28ഓളം ടൂറിസ്റ്റുകളെ മതം നോക്കിയിട്ടെന്ന് വെച്ചാൽ ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കൊന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഗുരുതരമാണ് ആ കാര്യമെന്ന്. അത് പാവപ്പെട്ട ആൾക്കാർ അവരെല്ലാം മറന്ന് അവർ ജീവിതത്തിൽ ഏറ്റവും നല്ല ധന്യമായ മുഹൂർത്തം ആഘോഷിക്കുമ്പോൾ, അവർ ചിലർ ഫാമിലിയായിട്ട് പോകുന്നു, ചിലർ ഇൻഡിവിജ്വൽസായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ അവർ ജീവിതത്തിൽ ഏറ്റവും നല്ല ധന്യമായ മുഹൂർത്തം ആഘോഷിക്കുമ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദികൾ വന്നിട്ട് മതം നോക്കിയിട്ട് കലിമ ചൊല്ലാൻ പറ്റാത്തവർ വെടിവെച്ച് കൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിനെതിരെ രാജ്യം പ്രതികരിക്കേണ്ടേ?
രാജ്യം കഴിഞ്ഞ 14 ദിവസം 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല. ഇന്നലെയാണ് മറുപടി കിട്ടിയത്. അപ്പോഴാണ് ജനങ്ങൾക്ക്, ഞങ്ങൾക്കൊക്കെ സമാധാനമായത്, ആശ്വാസമായത്. അതിന് മറുപടി കൊടുത്തപ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവനെ പോലത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ജിഹാദികളുടെ സുന അണ്ണാക്കിലിട്ട് തിരികുന്ന ഇവനൊക്കെയാണ് എന്താ പറയണ്ടത്, ഇങ്ങനെ പറയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധം ചെയ്തിട്ട് ലോകത്തിലൊരു രാജ്യവും ജയിച്ചിട്ടില്ല, യുദ്ധം ചെയ്യുമ്പോഴൊക്കെ തോറ്റത് അവിടുത്തെ സാധാരണക്കാരെ പച്ച മനുഷ്യരാണെന്ന്. നമ്മൾ മിണ്ടാതിരിക്കണോടോ, എന്താണ് ചോദിക്കണ്ടേ? ഇതേ ഇവനാണ് എന്താ പറയണ്ടത് ഹമാസ് ഇസ്രയേലിൽ കയറി അടിച്ചപ്പോഴും അതിനെന്താ പറയണ്ടത് സ്വാതന്ത്ര്യ സമരം, പോരാട്ടം, ചെറുത്തുനിൽപ്പ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച ഒരാളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവൻ്റെ ഓരോ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇസ്ലാമിക ജിഹാദിൻ്റെ പേരിൽ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ചെറുത്തുനിൽപ്പ്, സ്വാതന്ത്ര്യ സമരം. പക്ഷേ എന്താ പറയുക, തിരിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വലിയ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കി ഇവൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നല്ലേ. അപ്പോൾ ഇതിനെതിരെ ഈ സ്വരാജിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ കോർ കണ്ടലോട്ട് ഞാൻ വരാം. അതായത് സ്വരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഉയർന്നു വരുന്ന ഒരാളായിരുന്നു. ഭാവിയിൽ ഒരു പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകേണ്ട ഒരാളായിരുന്നു എം സ്വരാജ്. ഈ മുഹമ്മദ് റിയാസിൻ്റെ കടന്നു വരവാണോ എല്ലാം തകിടം മറിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ട ഒരാളാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളമ്പുന്ന, ഭാവിയിൽ പാർട്ടിയെല്ലാം നയിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് നമ്മുടെ എക്സ് മുസ്ലിമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവോത്ത് അതിശക്തമായ രീതിയിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതായത് ആരിഫ് ഹുസൈൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം മുണ്ട് പൊക്കി ആരും അറ്റം നോക്കാത്തിടത്തോളം, സ്വന്തം അണ്ണാക്കിൽ കലിമ ആരും നിർബന്ധിച്ച് ചൊല്ലിക്കാത്തിടത്തോളം ചിലർക്ക് ഇസ്ലാമിക തീവ്രവാദം എന്നത് എമ്പുരാനിലെ 4-കിട ഷോട്ട് മാത്രമാണ്. ഇതാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. എമ്മാതിരി ഡയലോഗാണെന്ന് ആലോചിച്ച് നോക്കി. സത്യമല്ലേ? ഇവിടുത്തെ CPM ഞാൻ ഒരു കാര്യം പറയട്ടോ, അതായത് ഈ പെഹൽഗാം വിഷയത്തിൽ ഞാനൊരു CPM കാരനായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, ഈ അറ്റാക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താ പറയണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ചെയ്തതാണ്. അത് നരേന്ദ്രമോദിക്ക് ഇന്ത്യ കൂടുതൽ കാലം ഭരിക്കണം, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡിവിഷൻ ഉണ്ടാക്കണം. അതാണ് ആ ഒരു CPM എന്നോട് പറഞ്ഞത്. പെഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായതിനെക്കുറിച്ച് ഒരു CPM എന്നോട് നേരിട്ട് ഫോണിൽ സംസാരിച്ച് പറഞ്ഞു, നാട്ടിലൊരു CPM ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ഇവർക്ക് ഇത് എന്താ പറയണ്ടത്, ഹമാസ് എന്ത് ചെയ്തപ്പോൾ, ഹമാസ് അവിടെ കയറിയിട്ട് എന്താ പറയുക, അവിടെ ഒരു മ്യൂസിക് കൺസേർട്ട് ചെയ്യും. ഇസ്രയേലിലൊരു മ്യൂസിക് കൺസേർട്ട് നടക്കുമ്പോൾ ഏകദേശം 1500ഓളം പേരെയാണ് വെടിവെച്ചുന്നത്. ഇവർ വാനിലും ഇതിലൊക്കെ ഇട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു ഇവിടുത്തെ ഹമാസിൻ്റെ ആൾക്കാർ. അപ്പോൾ അതൊക്കെ സ്വാതന്ത്ര്യ സമരവും പ്രതിരോധം എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരു രാജ്യത്തെ തിരിച്ചടിക്കാൻ അവകാശമില്ലേ? ഇവനൊക്കെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അടിച്ച് ഇവൻ്റെ എന്താ പറയേണ്ടത് പട്ടാപ്പകൽ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചവൻ്റെ കാരണക്കുറ്റി നോക്കി പൊട്ടിക്കണം. അത്തരത്തിലുള്ള പ്രസ്താവന ഇവൻ നടത്തുന്നത്. ഇവൻ്റെ ഒരു കാര്യം അറിയുക, കുറച്ചാണ് ഇവൻ വലിയ എന്താ പറയേണ്ടത് വലിയ മയിൽ വർത്തമാനം പറയുന്നുണ്ട്, വലിയ എന്താ പറയേണ്ടത് കടിച്ചപ്പെട്ടത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വലിയ വർത്തമാനം പറയുന്നുണ്ട്. ഇവനൊരു അലിഗേഷൻ ഉണ്ടല്ലോ, അതായത് കൊച്ചിയിൽ ലിഫ്റ്റിൽ വെച്ചിട്ട് കേരളത്തിലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവിടെ നടത്തിയ കുൽസിത പ്രവർത്തനം എന്തെങ്കിലും അറിയോ ആർക്കെങ്കിലും? അന്വേഷണമൊക്കെ മനസ്സിലാവും, സോഷ്യൽ മീഡിയയൊക്കെ സെർച്ച് ചെയ്തൊക്കെ മനസ്സിലാവും. അതായത് ഈ സ്വരാജ് എന്ന് പറയുന്നൊരു വ്യക്തി കൊച്ചിയിൽ ലിഫ്റ്റിൽ വെച്ചിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് എന്താ പറയേണ്ടത് അവിടെ ശ്വാസം കൊടുത്തോ അങ്ങനെ എന്തോ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തെന്നാലും ഇത്തരത്തിൽ രാജ്യദ്രോഹ നിലപാടുമായിട്ട് വരുന്ന ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? ഒന്നും പറയാനില്ല. അതായത് നിങ്ങൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതില്ലേ. എന്തായാലും ആരിഫ് ഹുസൈൻ കൊടുത്ത മറുപടിയിൽ ഇവൻ്റെ അണ്ണാക്കിൽ തന്നെയാണ്. അണ്ണാക്കിൽ എന്ന് വെച്ചാൽ അണ്ണാക്കിൽ നിന്നല്ല, ഇവൻ്റെ പരിപ്പിളക്കി എന്നൊക്കെ പറയാം. ശരിക്കും നാണം കിട്ടും.